കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആ വീട് സന്ദർശിച്ചിരുന്നു, ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. ഏറെ പ്രയാസകരമായ അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. നമുക്കെല്ലാം അതറിയാം. ബിന്ദു തന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെയും വീടിൻ്റെയും ആശ്രയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കടയിൽ ജോലി ചെയ്തൊക്കെ പ്രയാസപ്പെട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സഹോദരിയായിരുന്നു. അവരുടെ അച്ഛനും കുടുംബാംഗങ്ങളും പറഞ്ഞ കാര്യം, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ജോലി എത്തിച്ച് കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ നിന്ന് കരകയറുക എന്നത്. വളരെ ദുഃഖകരമായൊരു അവസ്ഥയിലാണ് ഇപ്പോഴും കുടുംബം ഉള്ളത്. തീർച്ചയായും ഇത് വളരെ ഗൗരവത്തിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖലക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനെ തുടർന്നുണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തിന് ആശ്വാസധനം സർക്കാർ പ്രഖ്യാപിക്കണം. അവരുടെ വീടും സാഹചര്യമൊക്കെ ഏറെ പ്രയാസകരമാണ്. ഒരു 25 ലക്ഷം രൂപയെങ്കിലും നൽകി അവരുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വഴിയൊരുക്കണം. ബിടെക് കഴിഞ്ഞ മകനാണുള്ളത്. ആ പിതാവ് തന്നെ പറഞ്ഞതുപോലെ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സ്ഥിരം ജോലി സർക്കാർ നൽകണം. ഈ ആവശ്യം വെൽഫെയർ പാർട്ടി ഉന്നയിക്കുക. ഈ ചികിത്സയിലുള്ള മകൾ തന്നെ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ മകളാണ്. അച്ഛൻ പറഞ്ഞത് വലിയ തുക സർക്കാർ ലോൺ എടുത്തുകൊണ്ട്, ബാങ്ക് ലോൺ എടുത്തുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാങ്ക് ലോണും മറ്റും അടക്കാനും വിദ്യാഭ്യാസത്തിനുള്ള ചെലവും ആശ്രയവും ഒക്കെ ബിന്ദു ജോലിക്ക് പോയിട്ടുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ലോണ് സർക്കാർ ഏറ്റെടുക്കണം. അവർക്കൊരാശ്വാസമായി അത് മാറും.